കുട്ടികളെ കൊണ്ട് എങ്ങനെ നല്ല രീതിയിൽ നല്ല ഭക്ഷണം കഴിപ്പിക്കാം. എൻ്റെ കുട്ടി പച്ചക്കറി കഴിക്കില്ല, പഴങ്ങൾ കഴിക്കില്ല, ഇലക്കറികൾ കഴിക്കില്ല. എനിക്ക് തോന്നുന്നു മിക്ക വീടുകളിലും കേൾക്കുന്ന മാതാപിതാക്കളുടെ പ്രധാനപ്പെട്ട പരാതികളിലൊന്നും ഇത് തന്നെയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഒരുപക്ഷെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തേക്ക് പോവുകയാണെങ്കിൽ, ഞാൻ പറയുന്നത് ഒരു 50 years ബാക്ക്, എനിക്ക് തോന്നുന്നു ബൈ ഡിഫോൾട്ട് നമ്മുടെയൊക്കെ തന്നെ വീടുകളിൽ ലഭ്യമായിട്ടുള്ള ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്ന് മാത്രമായിരുന്നു. പലപ്പോഴും എന്ത് ഭക്ഷണമാണ് കഴിക്കാൻ കിട്ടുക എന്നുള്ളത് അറിയുന്നത് തന്നെ കഴിക്കാൻ വേണ്ടി ഡൈനിങ് ടേബിൾ വന്നിരിക്കുമ്പോൾ മാത്രമാണ്. വല്ലപ്പോഴും ഒരിക്കൽ മാത്രമാണ് വീട്ടിൽ നിന്ന് പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നത്. കഴിഞ്ഞ ഒരു 25-30 വർഷമായിട്ട് നമ്മുടെ വീടുകളിൽ ഇന്ന് അറിയാതെ തന്നെ കടന്നുകൂടിയിട്ടുള്ള നമ്മളുടെ ഭക്ഷണ രീതികളും ഭക്ഷണ സംസ്കാരവും ഗുരുതരമായിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നത്തിലോട്ടാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഇതിൻ്റെ ഉയർന്ന അളവിലുള്ള ഇമ്പാക്റ്റ് ഇന്ന് പബ്ലിക് ഹെൽത്ത് സ്റ്റഡീസിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കിതെങ്ങനെ പരിഹരിക്കാൻ സാധിക്കും? ഇന്ന് ഈ വിഷയമാണ് സംസാരിക്കുന്നത്. ഈ വിഷയം സംസാരിക്കാനായിട്ട് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് എൻ്റെ തന്നെ കുട്ടിയാണ്. ഗൗരി ഇന്ന് ഹാർമണിയിലെ സീനിയർ ന്യൂട്രീഷനിസ്റ്റും ഹെൽത്ത് കോച്ചാണ്. ഈ ഒരു വിഷയം ഗൗരിയുടെ തലത്തിൽ ചിന്തിച്ചാൽ എന്തുകൊണ്ടായിരിക്കാം ഇന്നത്തെ കുട്ടികളെ കൊണ്ട് ഇത്ര നല്ല രീതിയിൽ ഭക്ഷണം കഴിപ്പിക്കാൻ എന്തുകൊണ്ട് മാതാപിതാക്കൾ ബുദ്ധിമുട്ടുന്നു? എവിടെയാണ് നമുക്ക് പിഴച്ചു പോയത്? ഞാൻ കണ്ടെടുത്തോളം പ്രധാനമായിട്ട് 3 കാരണങ്ങളാണ് ഇതിനുള്ളത്. അതിലൊന്ന്, ഇന്ന് ആൾക്കാർക്ക് പൊതുവെ കുക്കിങ്ങിനോട് താല്പര്യം കുറഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ കുക്കിംഗ് ചെയ്യേണ്ടത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, വേറൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് വീട്ടിലെ സ്ത്രീകൾ കുക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ എനിക്ക് കുക്കിംഗ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുക്ക് ചെയ്യുന്നു എന്നുള്ള 2 കാറ്റഗറികളല്ലാതെ പൊതുവെ ആൾക്കാരുടെ വീട്ടിൽ കുക്കിംഗ് നടക്കുന്ന കുറവാണ്. എനിക്ക് തോന്നുന്നു സ്ത്രീകൾ ഇന്ന് നല്ലൊരു ശതമാനം സ്ത്രീകൾ വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഇൻട്രാക്ഷനിൽ തന്നെ ക്ലയൻറ്റിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഹൗ മച്ച് പെർസെൻറ്റേജ് ഓഫ് യുവർ ഫുഡ് ഇസ് ഹോം കുക്ക്ഡ്? ആൻഡ് ഷോക്കിംഗ്ലി 50% താഴെയുള്ള ആൾക്കാർ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം അല്ല കഴിക്കുന്നത്. അപ്പോൾ വേർ ഇസ് ദിസ് ഫുഡ് കമ്മിങ് ഫ്രം? അപ്പോൾ രണ്ടാമത്തെ ഒരു പോയിന്റ് ഇന്നത്തെ അവൈലബിലിറ്റിയാണ്. പണ്ട് കാലത്ത് ഒരു ബർഗർ കഴിക്കുക എന്നുള്ളൊരു അറിവില്ല, ഒരു കുട്ടിയും ബർഗർ കഴിക്കണമെന്ന് പറയില്ല. അപ്പോൾ ഇന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഭക്ഷണത്തിനെ കുറിച്ചുള്ള നോളജ് കൂടി, പല പല വെറൈറ്റികൾ ഇന്നുണ്ട് എന്നുള്ളത് അറിയാം. പിസ്സ, പാസ്ത. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷനും ഫുഡിനെ കുറിച്ചുള്ള ഇൻഫർമേഷനും എക്സ്പോഷറും എല്ലാം മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പല പല കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൂടി. മൂന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, അത് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കയ്യിലോട്ട് അത് എത്തിക്കാനുള്ള സംവിധാനം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഓൺലൈനായിട്ട് ഡെലിവർ ചെയ്യുക, പല ഹോട്ടലുകളും വീട്ടിലെത്തിക്കുക, ആപ്പുകളുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഗൗരി പറയുന്നുണ്ടായിരുന്നു, ഈ ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ അതുപോലത്തെ സോഷ്യൽ മീഡിയയിലും റീലുകൾ നോക്കി കുട്ടികളിലും ഭക്ഷണം കഴിക്കുന്നത് മാത്രം നോക്കിയിരിക്കുന്ന കൈൻഡ് ഓഫ് ഒരു അഡിക്റ്റീവ് നേച്ചർ തന്നെ ഇന്ന് യങ്സ്റ്റേഴ്സിന് വളരെയതാണ്. അതിനെ വിളിക്കുന്നത് തന്നെ ASMR എന്നാണ്. അപ്പോൾ പല ആൾക്കാരും ബോറടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണണം, അല്ലെങ്കിൽ ഒരു ബോർഡമിലോട്ട് പോകുന്ന സമയത്ത് ദേ പ്രിഫർ വാച്ചിങ് ഇങ്ങനത്തെ കുറച്ച് വീഡിയോസ്. അതിൻ്റെ അകത്ത് എന്താണ് ആൾക്കാർ ചെയ്യുക? ഒരു 1 hour ചിലപ്പോൾ പല പല വെറൈറ്റി ഫുഡുകൾ ഇരുന്ന് തിന്നുന്നത് മാത്രം കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ജനറലി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് ആൾക്കാരുടെ സ്പെൻഡിങ് കപ്പാസിറ്റി കൂടി. ഇപ്പോൾ നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെ പല ആൾക്കാർക്കും ഇന്ന് ജോലിയാണ് പ്രയോറിറ്റി. കരിയർ ബിൽഡ് ചെയ്യുക, ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുക എന്നുള്ളത് കൊണ്ട് തന്നെ ഫിനാൻഷ്യലി ഇമ്പ്രൂവ് ആയപ്പോൾ നമ്മുടെ സ്പെൻഡിങ് കപ്പാസിറ്റി കൂടിയത് കൊണ്ട് തന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ സമയം ഇപ്പം എത്രയോ ക്ലയൻറ്റ്സ് പറയുന്നതാണ്, കുക്ക് ചെയ്യണമെന്ന് അതിൻ്റെ സാധനം വാങ്ങിക്കണം, ഫ്രിഡ്ജ് സ്റ്റോക്ക് ചെയ്യണം, ഫ്രിഡ്ജ് വൃത്തിയാക്കണം, അടുക്കള വൃത്തിയായിട്ട് വയ്ക്കണം, കുക്കിംഗ് ചെയ്യണം, പാത്രം കഴുകണം, കഴിക്കണം. ഇത് തന്നെ ഒരു 3-4 മണിക്കൂർ എടുക്കുന്ന പ്രോസസ്സാണ്. ആ സമയത്ത് എന്തുകൊണ്ട് വൈ കാണ്ട് ഐ വർക്ക്, അല്ലെങ്കിൽ വൈ കാണ്ട് ഐ സ്റ്റഡി? മാത്രമല്ല, വളരെ ഒരു സുപ്രധാനമായിട്ടുള്ളൊരു വലിയൊരു മാറ്റം ഞാനിപ്പോൾ കാണുന്നത്, ഇന്ന് ഒരു വീട്ടിൽ എന്ത് ഭക്ഷണമാണ് ഉണ്ടാക്കേണ്ടതെന്നും ആർക്കൊക്കെ ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണമാണ് വേണ്ടതെന്ന് ഡിമാൻഡ് ചെയ്യുന്ന തീരുമാനമെടുക്കുന്നത് പോലും കുട്ടികളായി മാറി. അപ്പോൾ കുട്ടികളാണ് തീരുമാനിക്കുന്നത് ഇന്ന് എന്ത് ഭക്ഷണമാണ് വീട്ടിലുണ്ടാക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ പല ക്ലയൻസും പറയില്ലേ, ഇവൻ ഇത് മാത്രമേ കഴിക്കുള്ളൂ, ഇവൾ ഇത് മാത്രമേ കഴിക്കുള്ളൂ. അവിടെ അത്തരം തീരുമാനങ്ങൾ കുട്ടികളെടുക്കുന്ന അത്തരം തീരുമാനങ്ങളെ എങ്ങനെ റെസിസ്റ്റ് ചെയ്യണമെന്ന് പോലും, അല്ലെ എങ്ങനെ പരിഹരിക്കണം, ഇത് സോൾവ് ചെയ്ത് കുട്ടിയെ എങ്ങനെ ഒരു മുഖ്യധാരയിലോട്ട് ആരോഗ്യപരമായ ഭക്ഷണത്തിൻ്റെ ധാരയിൽ എങ്ങനെ കൊണ്ടുവരണമെന്ന് പോലും അറിയാതെ കുഴങ്ങുന്ന മാതാപിതാക്കളാണ് നമുക്കുള്ളത്. നമ്മുടെ കുട്ടികൾ കഴിക്കുന്നത്, ബഹുഭൂരിപക്ഷവും കഴിക്കുന്നത് ഹൈലി റിഫൈൻഡ് ആയിട്ടുള്ള, മേ ബി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ടുള്ള അവരുടെ മെറ്റബോളിസത്തിനെ ഡാമേജ് ചെയ്യുന്ന തരത്തിലുള്ളൊരു ഭക്ഷണക്രമമാണ് അവർ ഫോളോ ചെയ്തത്. നമ്മുടെ നാട്ടിൽ ഒരിക്കലും കേട്ടുകേൾവി പോലും ഇല്ലാത്ത പല രോഗങ്ങൾ ഇന്ന് കുട്ടികൾക്ക് വരാൻ തുടങ്ങി. ഇപ്പോൾ റീസെൻ്റായിട്ട് ഗൗരിക്ക് ഓർമ്മയുണ്ടാവും, നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന കുട്ടികളിൽ പലർക്കും
ഒരു 15, 18, 20 വയസ്സുള്ള കുട്ടികൾ പലർക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്. അവരുടെ മാതാപിതാക്കൾ നമ്മുടെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്, എൻ്റെ കുട്ടിക്ക് ഇത്രമാത്രം റെസിസ്റ്റൻസ് ടു ഇൻസുലിൻ, ഡോക്ടർ ഇത് ഡയബറ്റിക് ആവുമോ, എൻ്റെ കുട്ടി പ്രമേഹ രോഗിയാവുമോ എന്ന് ഭയക്കുന്ന രീതിയിലുള്ള ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസും അതുമൂലമുണ്ടാകുന്ന അമിതവണ്ണം, പിന്നെ കൊളസ്ട്രോൾ അളവ് കൂടുക, അതുപോലെ തന്നെ അവരുടെ ഫിസിക്കൽ കപ്പാസിറ്റി ഉണ്ടാക്കുക, സ്പോർട്സിൽ താല്പര്യം കുറയുക, പെൺകുട്ടികളാണെങ്കിൽ അവരുടെ ഹോർമോൺ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുക, PCOD അഫക്റ്റ് ചെയ്യുക. വളരെ ഏർലി തന്നെ ഇറഗുലർ ആയിട്ടുള്ളതും പെയിൻഫുൾ ആയിട്ടുള്ളതും ഒരു പീരീഡ് സൈക്കിളാണ് ഇന്നത്തെ ഒരു യങ് ഗേൾസിന് വെരി ഫെമിലിയർ ആയിട്ടുള്ളത്. അപ്പോൾ പലരും വിചാരിക്കുന്നത് ഒരു ഹോർമോണൽ ഇഷ്യൂ ആണ് എന്നുള്ളതാണ്. ഇത് ആക്ച്വലി ഒരു ഹോർമോണൽ ഇഷ്യൂ അല്ല. ഈ കുട്ടികളിൽ കാണുന്ന വളരെ വൈഡായിട്ട് കാണുന്ന മെറ്റബോളിക് ഡിസോർഡേഴ്സാണ്. ഒരു 30-40 വർഷം മുമ്പ് ഒരു 45-50 വയസ്സ് വരാൻ സാധ്യതയുണ്ടായിരുന്ന പല മെറ്റബോളിക് ഡിസോർഡേഴ്സും ഇന്ന് 15-20 വയസ്സുള്ള കുട്ടികളിൽ വ്യാപകമായിട്ട് കാണുന്നത് മാത്രമല്ല, പലർക്കും അങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് അറിയില്ല. ഇതുപോലെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു ഹെൽത്ത് ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികളുടെ കൊഗ്നിറ്റീവ് ഫങ്ഷൻസിലും ബിഹേവിയറിലും ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്. ഒരുപക്ഷെ ഗൗരിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ സാധിക്കും. ഭയങ്കര റെസ്റ്റ്ലെസ് ആണ് എല്ലാവരും. റെസ്റ്റ്ലെസ് ആണെന്ന് മാത്രമല്ല ഇറിറ്റബിൾ ആണ്, മൂഡിയാണ്, വളരെ സ്പെസിഫിക് ആണ്. പലപ്പോഴും ഭക്ഷണമോ ഒരു ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ഒരു ഫോണോ കൊടുത്താൽ മാത്രമേ അടങ്ങിയിരിക്കൂ എന്ന് പറയുന്നതാണ് കൂടുതൽ കുട്ടികളും. അവന് ഫോക്കസ് ഇല്ല, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ പൊതുവെ ആൾക്കാർ കാണുന്നത് ഇത് ആരോഗ്യത്തിനൊരു വശമായിട്ടല്ല പലപ്പോഴും. അപ്പോൾ ഇതിന് അവർ കഴിക്കുന്ന ഭക്ഷണവും ഭക്ഷണത്തിൽ കൂടെ കിട്ടുന്ന അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള പോഷകവും തമ്മിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷൻ സയൻറ്റിഫിക്കലി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം അവരുടെ രോഗപ്രതിരോധ ശക്തിയിൽ, ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റാണ്. പുവർ ന്യൂട്രീഷൻ ലീഡ്സ് ടു പുവർ ഇമ്മ്യൂൺ ഹെൽത്ത് ഓർ ഇമ്മ്യൂണിറ്റി. സ്കൂൾ ആബ്സെൻറ്റിസം എന്ന് വളരെ വളരെ കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ഡെഫിനറ്റ്ലി അവരുടെ പുവർ ഈറ്റിംഗ് ഹാബിറ്റ്സും പുവർ ന്യൂട്രീഷൻ തന്നെയാണ്. നമുക്ക് ഈ വിഷയം എങ്ങനെ ഒന്ന് ശാസ്ത്രീയമായിട്ട് പരിഹരിക്കാം? എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒന്നാമത്തെ പരിഹാര മാർഗം ഇരിക്കുന്നത് കുട്ടികളുടെ കയ്യിലല്ല, അത് മാതാപിതാക്കളുടെ കയ്യിൽ തന്നെയാണ്. ഒരു അച്ഛനെന്ന രീതിയിൽ ഒരു പക്ഷേ ഈ വിഷയത്തിൽ എനിക്ക് എൻ്റെ കുട്ടികൾക്ക് ഇത്തരം ഒരു സംസ്കാരവും ഇത്തരമൊരു രീതിയും ഇത്തരമൊരു മനോഭാവം ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ ആദ്യം ചെയ്ത് ഞാൻ നന്നാവുമെന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ ഒരു മാറ്റം ഉണ്ടാക്കിയെടുത്തത് എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് എനിക്ക് തോന്നുന്നു ഗൗരി പറയുന്നതായിരുന്നു. എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഞാനൊരു ന്യൂട്രീഷനിസ്റ്റ് ആയിരുന്നില്ലെങ്കിൽ പോലും ഞാൻ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പ്രാക്ടീസ് ചെയ്യുള്ളൂ. കാരണം ഞാൻ ചെറുപ്പത്തിൽ വളർന്നത് അങ്ങനെയായിരുന്നു. ഞാൻ കണ്ടു വളർന്നത് അച്ഛനും അമ്മയും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണ രീതി കഴിക്കുന്നതായിരുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ സ്കൂളിൽ പോകുന്ന സമയത്ത് വീട്ടിലുണ്ടാക്കുന്നത് ഈ പറയുന്ന തവിടോട് കൂടിയിട്ടുള്ള ബ്രൗൺ റൈസാണ്. പലപ്പോഴും അത് കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ ക്ലാസ്മേറ്റ്സിൻ്റെ ഒന്നും ലഞ്ച് ബോക്സ് ഇങ്ങനെയല്ല ഇരിക്കുന്നത്. പലപ്പോഴും അവർ റോട്ടിയോ പാസ്തയോ പിzzയോ സാൻഡ്വിച്ചസോ കൊണ്ടുവരുന്ന സ്ഥലത്താണ് ഞാൻ ഇങ്ങനത്തെ തവിടോട് കൂടിയിട്ടുള്ള അരി കൊണ്ടുവന്നത്. തുടക്കത്തിൽ അതൊരു നാണക്കേടായിരുന്നുവെങ്കിൽ പോലും എനിക്കത് ശീലമായതുകൊണ്ട് ഐ വാസ് കംഫർട്ടബിൾ. ഭക്ഷണത്തിന് മാത്രം ഇപ്പോൾ സ്നാക്സ് ആയാലും ആ സമയത്താണ് ലേസും ബിസ്ക്കറ്റുകളും ഒക്കെ കോമൺ ആവുന്ന സമയം. പക്ഷേ പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കാത്തത് കൊണ്ട് തന്നെ ഞാനത് കഴിച്ച് ശീലിച്ചിട്ടില്ല. എനിക്കതാണ് സ്നാക്ക് എന്നുള്ളൊരു ജനറൽ ഐഡിയ ഇല്ല. ഞാൻ കൊണ്ടുപോയത് സ്കൂളിൽ ഒരു ഇരട്ടപ്പേരില്ലേ, കൊഴുക്കട്ടാന്ന്. അപ്പോൾ പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ക്ലാസ്മേറ്റ്സുമായിട്ട് കുറച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇമാജിൻ ചെയ്യാം ഞാൻ ആ അവസ്ഥയിൽ ഇന്നാണ് സ്കൂളിൽ പോയത് എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഭയങ്കര ഡിഫറൻസ് വിത്ത് വാട്ട് കിഡ്സ് ഈറ്റ് റൈറ്റ് നൗ. അപ്പോൾ ഇതൊരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ, മേക്ക് യുവർ ഹോം എ ഹെൽത്തി എൻവയറമെൻറ്റിനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ജനിച്ച് വളർന്നത് മുഴുവൻ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ. ഇപ്പോൾ ഞാൻ എഴുന്നേറ്റാൽ കാണുന്നത് നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ നാച്ചുറലി ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സിലൂടെ പോകുന്നു, ഓക്കെ ഒരാൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എക്സസൈസ് ചെയ്യണം, ഭക്ഷണ കാര്യത്തിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, വീട്ടിലധികം ബേക്കറി വാങ്ങിച്ച് വയ്ക്കുന്നത് അത്ര നല്ലതല്ല എന്നുള്ള ഞാൻ പോലും അറിയാതെ എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും എൻ്റെ മനസ്സിൽ പതിഞ്ഞ കുറേ വാല്യൂ സിസ്റ്റംസ് ആയിരുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് കുട്ടികൾ കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം, നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ആരോഗ്യകരമായ ഭക്ഷണം നിർമ്മിക്കുന്ന സ്ഥലം അടുക്കളയാണ്. അടുക്കളയിൽ കുട്ടികളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പലപ്പോഴും കുട്ടികൾ പോയിരുന്ന് പഠിച്ചോട്ടെ, അവരവരുടെ കാര്യങ്ങൾ ചെയ്തോട്ടെ, അവരുടെ ഫുൾ ഫോക്കസ് അക്കാഡമിക്സിലോട്ട് പോട്ടെ എന്ന് കരുതി പല മാതാപിതാക്കളും കാണിക്കുന്ന ഏറ്റവും ഗുരുതരമായ തെറ്റുകളിലൊന്ന് കുട്ടികളെ അടുക്കളയിൽ നിന്ന് പരമാവധി ഫ്രീ ആക്കുക. ബട്ട് നമുക്കെപ്പോഴും ഒരു കാര്യം അറിയാം, നമ്മളുണ്ടാക്കുന്ന ഭക്ഷണം അത് കുട്ടികളുടെ പങ്കാളിത്തം ചെറുതായിരിക്കാം. മേ ബി കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നതായിരിക്കാം, ഒന്ന് കഴുകി വെക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇളക്കുന്നതായിരിക്കാം.
ലെറ്റ് ദം ഓൾസോ ഗെറ്റ് ഇൻവോൾവ് ഇൻ ദ പ്രോസസ്സ്. നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് എന്തെന്നില്ലാത്തൊരു പ്രത്യേക രുചിയുണ്ടാവും. എനിക്ക് തോന്നുന്നു എല്ലാവരും അവരുടെ ജീവിതത്തിൽ പല 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 കാര്യങ്ങൾ സ്കിൽ സെറ്റുകൾ ഉണ്ടാക്കുന്നതിൽ ഫണ്ടമെൻ്റലായിട്ട് എല്ലാവരും ഉണ്ടാക്കേണ്ടത്, പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ആരാണെങ്കിലും ഉണ്ടാക്കേണ്ട ഒരു ബേസിക് സ്കിൽ സ്വന്തമായിട്ട് കഴിക്കേണ്ട ഭക്ഷണം സ്വന്തമായി ഉണ്ടാക്കാൻ പഠിക്കുക എന്നുള്ളത്. ഒരു BSc ഇൻ ഹോം കുക്കിംഗ് എന്ന് വേണമെങ്കിൽ തന്നെ വിളിക്കാം. ഒരു പക്ഷേ അത് കുട്ടികൾ ഉണ്ടാക്കാൻ സാധിച്ചാൽ ഒരു വലിയൊരു ഡിഫറൻസ് കുട്ടികളുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക, അതിനൊരു ഫൺ ആക്ടിവിറ്റി ആക്കുക, കുട്ടികളെ ഇൻവോൾവ് ചെയ്യുക, അവിടെ മാക്സിമം ഇൻറ്ററാക്ട് ചെയ്യുക, ടെൽ ദം വൈ, ഇൻഫർമേഷനും എഡ്യൂക്കേഷനും എല്ലാം കലർത്തുന്ന രീതിയിൽ വേണം ആ ഒരു കിച്ചൺ ആക്ടിവിറ്റീസ് നടക്കാൻ. ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള വേറൊരു റീസൺ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ക്രേവിങ്ങും അതുപോലെ അൺഹെൽത്തി ഫുഡിനോടുള്ള വല്ലാത്തൊരു ആഗ്രഹവും എത്ര കഴിച്ചാലും മതി വരാത്ത രീതിയിലുള്ള മനോഭാവം കാണിക്കുന്നെങ്കിൽ ഒബ്സസീവായിട്ടുള്ള ഇത്തരത്തിൽ ഈറ്റിംഗ് ഹാബിറ്റ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവരുടെ ഫോൾട്ടി ആയിട്ടുള്ള ഗട്ട് മൈക്രോബയോമാണ്. അതായത് നമ്മളുടെ ഗട്ടിനെ, അതായത് ചെറുകുടലിലും വൻകുടലിലും കാണുന്ന വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒത്തിരി മൈക്രോബ്സ് ഉണ്ട്. ആ മൈക്രോബ്സിൽ ഒരു വേരിയേഷൻ ഉണ്ടെങ്കിൽ അത് കുട്ടിയുടെ ഈറ്റിംഗ് ഹാബിറ്റ്സിനെ ബാധിക്കാം. അപ്പോൾ നോർമലി നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഡിസ്കഷൻസിൽ സാധാരണ വരുന്നൊരു ഒബ്സർവേഷൻ സിസേറിയൻ സെക്ഷൻ വഴി ജനിക്കുന്ന കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ പൂവറായിട്ടുള്ള ബ്രസ്റ്റ് ഫീഡിംഗ് ഉള്ള കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഒരുപക്ഷെ ഫോർമുല മിൽക്ക് കഴിക്കേണ്ടി വന്ന കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ കുറേ രോഗങ്ങൾ വന്നിട്ട് കുറേ ആൻറ്റിബയോട്ടിക്സ് എടുക്കേണ്ട തെരപ്പി അതുമാവാം. അപ്പോൾ ഇത്തരത്തിലുള്ള പല മൾട്ടിപ്പിൾ റീസൺസ് കൊണ്ട് അവരുടെ ദഹനവ്യൂഹത്തിലെ സൂക്ഷ്മജീവ വ്യവസ്ഥ ഓൾട്ടേഡ് ആണെങ്കിൽ ഒരുപക്ഷെ അത് കുട്ടിയുടെ ഭക്ഷണത്തിൻ്റെ രീതികളിലെ ആഗ്രഹങ്ങളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കാം. അപ്പോൾ നമ്മൾ പൊതുവേ കുട്ടികളോട്, ഞാൻ തമാശയുടെ പേരൻസിനോട് പറയും, അവനല്ല ബ്രോക്കോളി ഇഷ്ടമല്ലാത്തത്, അവൻ്റെ ശരീരത്തിൽ താമസിക്കുന്ന ബാക്ടീരിയകൾക്കായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു അവസ്ഥയും കുട്ടികൾ സാധാരണ കാണാറുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ഒരു പ്രൊഫഷണൽ സപ്പോർട്ടോടെ അന്വേഷിച്ചിട്ട് അതൊന്ന് കറക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ചില ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസും ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഇതുപോലത്തെ ഭക്ഷണത്തിനോടുള്ള ക്രേവിങ്സ് ഉണ്ടാക്കാം. ചില സൂക്ഷ്മ പോഷകങ്ങളുടെ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കുറവാകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്യുക, ഗട്ട് മൈക്രോബയോം ഒന്ന് കറക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇന്ന് പല കുട്ടികളിലും വളരെ മോശം ബവൽ ഹാബിറ്റ്സ് ഉണ്ട്. രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കോളേജിൽ പോകുന്നതിന് മുമ്പ് സ്റ്റൂൾ പാസ് ചെയ്യുക എന്നുള്ളത് വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള ഹെൽത്ത് ആക്ടിവിറ്റി ഇല്ലാത്ത കുട്ടികളും പലരും ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടെ അഡ്രസ്സ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. എനിക്ക് തോന്നുന്നു വേറെ ഒരു പ്രധാനപ്പെട്ട കാരണം, വളരെ കൺട്രോളിങ് ആയിട്ടുള്ള ഒരു റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹോം എൻവയറമെൻറ്റിലാണ് നിങ്ങൾ ജീവിച്ച് വളർന്നത് എന്നുണ്ടെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാനും പിന്നീട് ഒരു ഇൻഡിപെൻഡൻസ് കിട്ടുന്ന സമയത്ത് ഒരു എക്സ്ട്രീമിലോട്ട് പോകാനുള്ള സാധ്യതയും അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, ഇത് പാടില്ല, അത് പാടില്ല, അതൊരിക്കലും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പാടില്ല. അത്തരത്തിൽ ഒരുപക്ഷെ കുട്ടികളുടെ ആരോഗ്യത്തിൽ അമിതമായി താല്പര്യമെടുക്കുന്ന പലപ്പോഴും കൺസേൺസിൽ നിന്നാണ് വരുന്നതെങ്കിൽ പോലും ആ ഒരു ഒബ്സഷൻ കുട്ടികളിലോട്ട് പകർന്നു വരുന്ന ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ വളരെ കൺട്രോളിംഗ് ആണ് എന്ന് എനിക്ക് പറ്റുമോ അന്ന്. മാത്രമല്ല അവർ അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാവണമെങ്കിൽ സ്കൂളിലോ മറ്റു സ്ഥലങ്ങളിലോ പോയാൽ അവർ ഇതിന് നേരെ ഓപ്പോസിറ്റ്. കാരണം വാട്ട് യു റെസിസ്റ്റ് വിൽ പെർസിസ്റ്റ് എന്ന് പറഞ്ഞ പോലെ അവരിലൊരു അതിനെതിരെ ഇങ്ങനെ പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ടാവും. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നത് അത്തരം ഒരു സ്വഭാവം കുട്ടികളുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പം എഡ്യൂക്കേറ്റ് ചെയ്യാന്നുള്ള എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രമേ കുട്ടികളിൽ അത്തരം വരിക. ഇന്നത്തെ കുട്ടികളൊക്കെ തന്നെ വളരെയധികം സ്മാർട്ടാണ്, അവർ വളരെ എക്സ്പോസ്ഡ് ആണ്, പല കാര്യങ്ങളും അവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു കുട്ടിയെ നിർബന്ധിച്ച് ബലപ്രയോഗം കൊണ്ട് കീഴ്പ്പെടുത്താമെന്ന് വിചാരിക്കേണ്ട. ഇപ്പം എനിക്ക് തന്നെ ഓർമ്മയുണ്ട്, ചെറുപ്പത്തിൽ അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, ഇത് മോശമാണ്, ഇത് വീട്ടിൽ വാങ്ങിക്കുകയില്ല, അങ്ങനത്തെ ഒരു റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ഒരു എൻവയറമെന്റ് ആയിരുന്നില്ല. ഞാൻ തന്നെ ചൂസ് ചെയ്യുന്ന ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് എനിക്ക് തോന്നുന്നു, കുട്ടി തടിച്ചിരുന്നു കഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തിൻ്റെ ഒരു പ്രതീകമാണ് എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമുണ്ട്. എനിക്ക് തോന്നുന്നു കൂടുതലും ഈ ഒരു രോഗം പിടികൂടിയിരിക്കുന്നത് ഗ്രാൻഡ് പാരൻസിനെയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ സമയം ചെലവഴിക്കാൻ ഇഷ്ടം കൂടുതലും. മാത്രമല്ല അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനും വളരെ എളുപ്പമാണ്. കാരണം അവർ കൂടുതൽ അവരെ കെയർ ചെയ്യും. ഇപ്പോൾ ഒരു പൊതു ചടങ്ങിലോ ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വരുമ്പോൾ മെലിഞ്ഞ് ലീനായിട്ടിരിക്കുന്ന ഒരു കുട്ടിയെ കാണുമ്പോൾ സാധാരണ ഒരു പ്രയോജനമില്ലാതെ ഒരു കമൻറ്റ് സാധാരണ പറയാറുണ്ട്. എന്താ ഈ കുട്ടിക്കൊന്നും കഴിക്കാൻ കൊടുക്കാറില്ലേ, ഇവനെന്താ ഒന്നും കഴിക്കില്ലേ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അറിഞ്ഞോ അറിയാതെ ഉണ്ടാകുന്നൊരു തോന്നലാണ് കുട്ടിയെ നല്ലോണം കഴിപ്പിച്ച് എങ്ങനെയെങ്കിലും കഴിപ്പിച്ച്, അതെന്താ അൺഹെൽത്തി ഫുഡാണെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയും കഴിപ്പിച്ച് ഇവനൊന്ന് തടിച്ചിരിക്കുന്നൊന്നും ചബ്ബിയായിട്ട് കണ്ടാൽ
ഒരു സന്തോഷം. പിന്നെ കാരണം പല ആൾക്കാരും പറയുന്നത് ഈ പ്രായത്തിലൊക്കെ അല്ലേ കഴിക്കാൻ പറ്റുള്ളൂ, പിന്നീട് അസുഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരില്ലേ, അപ്പോൾ ദിസ് ഇസ് ദ ടൈം ടു ഈറ്റ് എന്നാണ് പൊതുവെ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു സിൻഡ്രോം ഉണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യേണ്ടത് വളരെ നല്ലതായിരിക്കും. നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം, ഒരു 30-40 വർഷം മുമ്പ് ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഒരു പരിധി വരെ കുറച്ച് ഹെൽത്തിയും സേഫുമായിരുന്നു. പക്ഷേ എനിക്കറിയില്ല, ഇതൊരു ആരോപണമല്ല, പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഇന്ന് പലപ്പോഴും ഹോട്ടലിൽ നിന്ന് ഫുഡുകൾ വളരെ ടേസ്റ്റി ആയിരിക്കാം, പക്ഷേ അത് ഹെൽത്തി ആവണമെന്നും സേഫ് ആവണമെന്നുമില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ പുറത്തുനിന്ന് കഴിച്ചാൽ അതൊരു വലിയൊരു സന്തോഷമാണ് എന്നതിൽ നിന്ന് മാറ്റിയിട്ട് എന്തുകൊണ്ട് വീടുകളിൽ കുറച്ചുകൂടി രുചികരമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ നമുക്കൂടെ ശീലിച്ചുകൂടാ. അപ്പോൾ ഇത്തരമൊരു ശീലം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരുപക്ഷെ അത്തരമൊരു ഇമോഷണൽ കണക്ഷൻ കുട്ടികളിൽ നല്ല ഹെൽത്തി ഫുഡിനോട്ടും ഹോം ഫുഡിനോട്ടും ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല എനിക്ക് ഓർമ്മയുണ്ട്, ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഫാമിലിയുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നത് ഒരു ആക്ടിവിറ്റി ആയിരുന്നു. പക്ഷേ ഇന്ന് പലപ്പോഴും അങ്ങനെയല്ല വീടുകളിൽ. അപ്പോൾ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം അതും ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കാമെന്നും അത് ഒരു ഫാമിലി ഒരു എൻവയറമെൻറ്റിലാണ്, ഒരു കമ്മ്യൂൺ ഫീല് വരുന്ന രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ബിഹേവിയറും കൂടി കുട്ടികളിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ നാച്ചുറലി കോപ്പി യുവർ പേരൻസ്. എന്താണോ ചുറ്റുമുള്ളവർ കഴിക്കുന്നത് അത് നോക്കാനുള്ള സാധ്യത കൂടുതലാണ്.